കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ ചെങ്കോട്ടയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഒരു കാർ സ്ഫോടനം നടക്കുകയും അതിൽ നിരവധി മനുഷ്യ ജീവനുകൾ പൊലിയുകയും ചെയ്ത വാർത്തകൾ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്. ആദ്യം അതൊരു ഭീകരാക്രമണമാണ് എന്നുള്ളതും, പിന്നീട് അതല്ല ഒരു സാധാരണ ഒരു പൊട്ടിത്തെറിയാണെന്നും, അതിനുശേഷം വീണ്ടും അതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്ത വിവരം നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അത് നമ്മുടെ ഇലക്ഷനുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഈ രാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ അതിനെ സംബന്ധിച്ച് സംശയമുണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു കാർ സ്ഫോടനം നടത്തിക്കൊണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രതികാരം തീർത്തതാണ് എങ്കിലും, ഇനി അതല്ല മുസ്ലിം സമുദായത്തെ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും അവരെ ഒറ്റപ്പെടുത്തുവാനും ഒരു വേള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ രംഗത്തേക്ക് മുസ്ലിം സമുദായത്തിൽ വളർന്നുകൊണ്ടുവരുമ്പോ അവരുടെ ആ വളർച്ചയെയും സംശയിക്കുവാനുമൊക്കെ വേണ്ടി നടത്തുന്ന ഒരു ആസൂത്രിതമായ സംഘടിപ്പിച്ചിട്ടുള്ളതായ ഒരു സ്ഫോടനമാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മരിച്ചത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ നിരപരാധികളായ മനുഷ്യരാണ് എന്നുള്ള ദുഃഖമാണ് ഉണ്ടാകേണ്ടത്. ഒരുവേള നാം മരിച്ച ആളുകൾ 13ഓളം ആളുകൾ ആ പറയുന്ന സ്ഫോടനത്തിൽ മരിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ നമ്മളുമായി രക്തബന്ധമുള്ളവരല്ല, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർ, നമ്മുടെ രാജ്യത്തെ സേവിക്കേണ്ട ആളുകൾ, നമ്മളൊക്കെ പലപ്പോഴും കൊച്ചു ചെറുപ്പത്തിലൊക്കെ എടുക്കുന്ന പ്രതിജ്ഞയിൽ ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മളൊക്കെ പറയുമ്പോ അന്നു മുതൽ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ചിന്തയുണ്ട്, ഈ ഭാരതീയരായ ആളുകൾ, ഈ ഭാരതത്തിന്റെ ഓരോ മക്കളും നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണെന്ന ചിന്ത. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ മതമുള്ളവരെന്നോ മതമില്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. ആ മനുഷ്യരുടെ കുലി അത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. ഈ പറയുന്ന കാർ സ്ഫോടനത്തിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുമ്പോ മഹാനായ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തെ നോക്കിക്കൊണ്ട്, ഈ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നത് പോലെ തോന്നുമാറ് പ്രവാചകൻ പറയാനില്ല, അന്ത്യദിനം സംഭവിക്കുന്നതല്ല, ഹർജ് വർദ്ധിക്കുന്നത് വരെ ഈ ലോകത്തിനൊരു അവസാനമുണ്ടാകില്ല. എന്താണ് ഹർജ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾ ചോദിക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി കൊലപാതകമാണ്. ആ കൊലപാതകത്തിന്റെ കാലഘട്ടത്തെ പ്രവാചകൻ വിശദീകരിച്ചത് വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയാ ഹത്താ യഅതി അലന്നാസി യൗമുൻ, ജനങ്ങൾക്ക് ഒരു നാള്, ഒരു ദിവസം വരുന്നത് വരെ ഈ പറയുന്ന ലോകത്ത് പോയി മറിയുകയില്ല എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുകയില്ല. ഏതാണ് സമയം? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, അതെ, കൊന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന്.
പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കാർ സ്ഫോടനത്തിലൂടെ കൊന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കൊന്നിട്ട് അവരെ ഈ പറയുന്ന സമുദായത്തെ കുതിക്കൂട്ടി നിർത്താൻ ശ്രമിച്ച ആളുകളുണ്ടല്ലോ, അങ്ങനെ ആ ശ്രമിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൊന്നവനറിയില്ല താൻ എന്തിനാണ് കൊന്നത് എന്ന്. ഈ മനുഷ്യന്മാരെ കൊന്നത് ആ മനുഷ്യരോട്, ഈ പറയുന്ന സ്ഫോടനം നടത്തിയ ആളുകളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരം ചെയ്ത ആളുകളാണോ, ഏതെങ്കിലും ഉപദ്രവം നടത്തിയതാണോ? അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പുതിയ പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് വന്ന ആളുകളെയാണ് ഈ പറയുന്ന ആളുകൾ സ്ഫോടനങ്ങളിലൂടെ കൊലപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കൊന്നവനറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവനും അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന്. ഈ നിരപരാധികളായ ആളുകൾ ജീവിച്ചു വന്നുകൊണ്ട് ഈ ദുനിയാവിലേക്കൊന്ന് മടങ്ങി വന്നാൽ അവർ ചോദിക്കുകയാണ്, എന്നെ എന്തിനാണ് നിങ്ങൾ കൊന്നത്, ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ ഉത്തരം നൽകാൻ പറ്റാത്തൊരു കാലം, കൊല്ലപ്പെട്ടവനറിയില്ല താൻ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് അറിയാത്തൊരു കാലം ലോകത്ത് വരാനുണ്ട് എന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആ കാലഘട്ടമാണ് ഇത് നടക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോ ആ കൊലപാതകങ്ങളെ ഏറെ ഗൗരവത്തോടെ കണ്ട മതമാണ് വിശുദ്ധ ഇസ്ലാം. വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം സംസാരിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന അധ്യായം 17-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പറയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെ അല്ലാഹു ആദരിച്ചവരാണ് മനുഷ്യര്. അത് ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മനുഷ്യനാണോ? വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു പറയാണ്, ആദം സന്തതികളെ, മനുഷ്യകുലത്തെ അല്ലാഹു ആദരിച്ചു എന്ന് പറഞ്ഞ അല്ലാഹു പവിത്രമാക്കിയ ആ ശരീരത്തെ നിങ്ങളൊരിക്കലും ഹനിച്ചു പോകരുത്, കൊല ചെയ്തു പോകരുതെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു വളരെ ശക്തമായി കൊണ്ടാണ് അതിനെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, അള്ളാഹിന്റെ അടിമകളുടെ പ്രത്യേകത പറഞ്ഞപ്പോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 25-ാം അധ്യായം 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞ വാക്ക്, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق. അല്ലാഹു പറയാണ്, ആ വിശ്വാസികളായ ആളുകളെ, എന്റെ നല്ല ദാസന്മാരായ ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും തന്നെ ഒരു ശരീരത്തെയും അന്യായമായി കൊലപ്പെടുത്താത്തവരാണ് എന്ന് അല്ലാഹു വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്, വിശ്വാസികളോട് പറയാൻ. അതുകൊണ്ടൊരു വിശ്വാസിക്ക് അന്യായമായ ഒരു കൊലപാതകവും നടത്താൻ പാടില്ല, ഒരു കൊലയുടെയും പങ്കാളികളാകാൻ പറ്റില്ല ഒരു വിശ്വാസിക്ക്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരല്ലേ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേര് ചെയ്യുമ്പോ ഇതൊക്കെ സ്വർഗം കിട്ടാനാണെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം എല്ലാ സമുദായത്തിലും ഉണ്ടാകുമല്ലോ. തീവ്രവാദ ചിന്താഗതിയുള്ളത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിലും അത്തരം ചിന്താധാരകളുള്ള ആളുകളുണ്ടാകാം. അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്വർഗമാണോ ആഗ്രഹിക്കുന്നത്, സ്വർഗമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ ലം യതനസ്സബിദ മിൻ ഹറാമിൻ. അതെ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു മനുഷ്യരുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു കൊലപാതകവും നടത്താതെ അല്ലാഹുവിനെ നാളെ ഒരാളെ കണ്ടുമുട്ടുന്ന പക്ഷം, നാളെ മരിച്ചെത്തുമ്പോൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. ശിർക്ക് ചെയ്യാതെ, റബ്ബിൽ പങ്കു ചേർക്കാതെ, കൊലപാതകങ്ങൾ നടത്താതെ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുവെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കാം, സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ ഗുണം ഒരാളെയും ഉപദ്രവിക്കുന്നവരല്ല, ഒരു കൊലപാതകവും നടത്താത്ത ആളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ. മാത്രമല്ല, കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ആലോചിക്കണം,
ഈ ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗം പറഞ്ഞുകൊണ്ടാണല്ലോ. നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലൊക്കെ ചില ഒറ്റപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷം പേരും ഒറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ആ ആളുകളുടെ ചിന്താധാരകളിൽ പലപ്പോഴും കൊലപാതകങ്ങളൊക്കെ അതിന് ന്യായീകരണം പറയുന്ന ആളുകളുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ ലം യജ്രിഹൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു അതിർത്തിമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷണയിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ താമസിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാള്, മുസ്ലിമല്ല മുസ്ലിമിന്റെ കാര്യമല്ല എന്നാണ് റസൂൽ പറയുന്നത്. അമുസ്ലിമായ ഒരു മനുഷ്യൻ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും താമസിക്കുന്ന ഒരു സ്ഥലത്ത് മുസ്ലിങ്ങളുടെ സംരക്ഷണയിൽ, മുസ്ലിങ്ങളുടെ അധികാരത്തിൽ, മുസ്ലിങ്ങളുടെ ഭരണകൂടത്തിൽ താമസിക്കുമ്പോ ആ രാജ്യത്ത് താമസിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അഭിവൃദ്ധിയിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒരാളെ കൊന്നാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ പോകില്ല എന്നുള്ള പ്രവാചകൻ പറഞ്ഞത്. സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ്. സ്വർഗത്തിന്റെ പരിമളെ ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ ഭൂരിപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിന്റെ സ്വാധീനം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കുതിര കയറുന്ന മുസ്ലിം സമുദായത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന, തെരുവോരങ്ങളിലിട്ട് പട്ടിയെ പോലെ തല്ലുന്ന ഭരണകൂടങ്ങളും വ്യവസ്ഥിതികളും ആശയങ്ങളും കൈമാറുന്ന ആളുകളുണ്ട്. അവർക്ക് ഫലമാണ് വിശുദ്ധ പ്രവാചകൻ പറയുന്നത്. നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് അധികാരമുള്ളതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ പാടില്ല, ഒരു അമുസ്ലിമിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആലോചിച്ചോക്കാം എത്ര ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ ഉണർത്തിയതെന്ന് കണക്കാക്കി അല്ലെ. ഈ കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കൊലപാതകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ്. നിസ്സാര പാപമല്ല കൊലപാതകം എന്ന് പറയുന്നത്, രക്ഷല്ല, അത് വൻപാപങ്ങളാണ്. പ്രവാചകൻ 7 വൻപാപങ്ങൾ എണ്ണി പറഞ്ഞു. അതിൽ 3ാമത്തെ പാപമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അന്യായമായി അള്ളാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെ കൊല്ലൽ, അത് ഏറ്റവും വലിയ വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് ലോകത്തിന്റെ നേതാവ് ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഇസ്ലാം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, നിസ്സാരമല്ല. നമ്മുടെ കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ വൈകാരികത കടിമപ്പെട്ടുകൊണ്ട്, വികാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യരെ കൊല്ലുന്ന ആളുകളുണ്ട്. സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ആളുകൾ, സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന ആളുകൾ, സ്വന്തം പ്രസവിച്ചു വീണ മക്കളെ പോലും നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന മാതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ പോലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ, ഈ ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടിയോ ഒക്കെ പാവപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, രക്തബന്ധമുള്ളവരെ പോലും കൊല ചെയ്യുന്ന ആളുകളുണ്ട്. ആ കൊലപാതകം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, അത് വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ്. നിന്റെ വികാരങ്ങളും നിന്റെ വിചാരങ്ങളും കൊലപാതകങ്ങളിലേക്ക് ചിന്തിക്കുന്നതെങ്കിൽ അത് നീ ഉൾക്കൊള്ളുന്ന ഈ പ്രവാചകൻ പഠിപ്പിച്ചത് അത് ഗുരുതരമായ പാപമായി കൊണ്ടാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളിന്ന് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോ പലപ്പോഴും അതിന്റെ ആസൂത്രിതമായി പല സമൂഹത്തിലും നടത്തുമ്പോ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ കൊല ചെയ്യുമ്പോ തന്റെ അധികാരങ്ങളും സ്വാധീനങ്ങളും ഭൂരിപക്ഷവും ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആസൂത്രിതമായ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ പലപ്പോഴും കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ പറയുന്ന പാവപ്പെട്ടവരായ മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ അവർ അന്യായമായി പിടിച്ചുകൊണ്ടുപോകും. ആ പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകൾ കൊണ്ടുപോയി 10-20 വർഷം ജയിലറകളിൽ കിടന്നവർ തിരിച്ചു വരുമ്പോ നിരപരാധികളാണെന്ന് കോടതി പറയുമ്പോ ജീവിതം പോലും നഷ്ടപ്പെട്ട ആ പാവപ്പെട്ട ഈ സമുദായത്തിന്റെ മക്കൾ ഉത്തരേന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് വർത്തമാനകാലങ്ങളിൽ പോലും വായിക്കാൻ സാധിക്കുകയാണ്. അക്കാമത്തിന്റെ സ്ഫോടനം നടക്കുമ്പോ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരാണ് കുറ്റവാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം ആ പറയുന്ന സ്ഫോടനത്തിന്റെ പിന്നിൽ ഹിന്ദു തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് അറിയുമ്പോ അവരെ പിടിച്ച് ചെയ്തവകൾ കൊണ്ട് പിന്നീട് അവരെ മോചിപ്പിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെറ്റു ചെയ്ത ആളുകളെ, ഭീകരപ്രവർത്തനം നടത്തിയ ആളുകളെ, മനുഷ്യക്കുരുതി നടത്തിയ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോ ആ രക്ഷപ്പെടുത്തുന്ന ആളുകൾ ഒരു വേള ഇവിടുത്തെ അധികാരം അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകാം.
ഇവിടുത്തെ സ്വാധീനം അവർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നടത്തുന്ന ഈ കലാപങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ പേരിലാണ് ഇത് സമുദായത്തിന് വേണ്ടിയാണ്. ഈ രാജ്യത്തെ മുസ്ലിം സമുദായം പീഡനം അനുഭവിക്കുമ്പോ അതിനുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിന്റെ അവകാശം പറ്റിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകളും ഈ പറയുന്ന പ്രവർത്തനം നടത്തുമ്പോ ഒരു വേള അവർ നടത്തിക്കൊണ്ടവർ രക്ഷപ്പെട്ടു പോയേക്കാം. പഹൽഗാമിന്റെ ആ മഞ്ഞു കുറഞ്ഞു കിടക്കുന്ന കാശ്മീരിന്റെ ഉള്ളിൽ അവിടെ കൊലപാതകം നടത്തി അവിടെ ആസ്വദിക്കാമെന്ന മനുഷ്യന്മാരെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ട് ഓടിപ്പോയ ആളുകളുണ്ട്. ഇന്നും അവരെ പിടിച്ചിട്ടില്ല. അവർ ഒരു വേള അവർക്ക് രക്ഷപ്പെടാം, ഈ ദുനിയാവിൽ അവർക്ക് രക്ഷപ്പെടാം. ഇവിടെ അവർക്ക് വിധിക്കാൻ ആളില്ലായിരിക്കാം. പക്ഷേ വിശ്വാസികളോട് അല്ലാഹു പറയാണ്, നാളെ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണയിൽ ഒന്നാമത് വിധി പ്രഖ്യാപിക്കുന്നത് ഈ ദുനിയാവിൽ നീതി നിഷേധിക്കപ്പെട്ട ജീവിതം കൊല ചെയ്യപ്പെട്ട ആളുകളുടെ രക്തത്തിനായിരിക്കും ഒന്നാമത് വിധി പ്രഖ്യാപിക്കുക എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആലോചിക്കണം, അവിടെ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകും. അവിടെ ഇതൊന്നും ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. അവിടെ അധികാരം ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ നടക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. ആ കൊലപാതകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരാളെ കൊല്ലുന്നത് പോലും 13 ജീവനുകളാണ് ആ സ്ഫോടനത്തിൽ മരിച്ചത്. അത് നടത്തിയവർക്ക് എന്ത് നേടാൻ സാധിച്ചു? ഏതാളുകളാണെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീആ. അതെ, ഒരു മനുഷ്യനെ ആ മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊന്നതിന്റെ പേരിലല്ലാതെയോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ മാഇദയിൽ. ആലോചിച്ച് നോക്കണം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരാളെ കൊന്നാൽ മതി, അന്യായമായി ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊന്ന കൊലയാളിയാണെന്ന് പ്രഖ്യാപിച്ച ഏത് വേദഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. അത്രയേറെ മനുഷ്യജീവന് വില കൽപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളോ ഭീകരവാദങ്ങളോ ആൾക്കൂട്ട കൊലപാതകങ്ങളോ നടത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, കൊല നടക്കുമ്പോൾ അതിന് പ്രതിക്രിയ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. ആ പ്രതിക്രിയ ചെയ്യുന്നിടത്ത് പോലും അള്ളാഹു സംസാരിച്ചത് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ഇസ്രാഈലിന്റെ 17-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആക്രമിക്കപ്പെട്ടവനായിക്കൊണ്ട് ഒരാളെ കൊല്ലപ്പെട്ടാൽ അല്ല പറയാണ്, അവന്റെ വലിയനെ അവന്റെ പിന്തുടർച്ചക്കാരായ ആളുകൾക്ക് അവർക്ക് നാം ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്നാൽ അവൻ ആ പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിക്രിയ ചെയ്യുമ്പോ അതിലൊരിക്കലും അതിന് കവിഞ്ഞു പോകാൻ പാടില്ല, കൊലപാതകത്തിൽ അതിന് കവിയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, പ്രതിക്രിയ ചെയ്യാൻ അനുമതി നൽകുമ്പോൾ പോലും അതിന് കവിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? അവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതികാരം ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. സ്വന്തം ഇഷ്ടത്തിന് എന്റെ പിതാവിനെ ആരെങ്കിലും കൊന്നാൽ ആ പിതാവിനെ കൊന്നതിന്റെ പേരിൽ ഞാൻ അയാളെ കൊന്നവനെ എനിക്ക് സ്വന്തം ഇഷ്ടത്തിൽ പോയി പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഇസ്ലാം വകവെച്ച് നൽകുന്നില്ല. മാത്രമല്ല, ആ കൊലയാളിക്ക് പകരം ആ കൊലയാളിയുടെ മകനെ കൊല്ലാനുള്ള അവകാശം എനിക്കില്ല ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കൊലപാതകങ്ങളുടെ പ്രതിക്രിയകൾ പറയുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും. ലാ ഖിലാഫ മിനൽ ഖിസാസ് ഫിൽ ഖത്ലി ലാ യുഖീമുഹു ഇല്ലാ ഉലുൽ അംർ. ഇസ്ലാമിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അന്നൽ ഖിസാസ് ഫിൽ ഖത്ൽ, കൊലപാതകത്തിന് പ്രതിക്രിയ ചെയ്യുമ്പോ ഉലുൽ അംറിന്റെ പ്രതികാരം നടപ്പിലാക്കാനുള്ള അധികാരം ഭരണാധികാരിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. ഏതെങ്കിലും സംഘത്തിനോ ഏതെങ്കിലും ഗ്രൂപ്പിനോ ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു നിലപാട് ഇസ്ലാമിൽ ഇല്ല എന്നാണ് ഇമാം ഖുർത്തുബി
റഹ്മത്തുള്ളാഹി ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. പലപ്പോഴും ഈ ശിക്ഷകൾ നടപ്പിലാക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അതിക്രമം ഉണ്ടായാൽ ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾ അവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു ഭരണകൂടത്തിന്റെ കീഴിലല്ലാതെ ഇസ്ലാമിൽ പാടില്ല. അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുബ്ബ് എന്ന് പറയുന്ന മനുഷ്യന്റെ കത്തിയുടെ കുത്തേറ്റുകൊണ്ട് പിടഞ്ഞു മരിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിലേക്ക് പോകുന്നത് മണിക്കൂറുകൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഈ അബൂ ലുബ്ബ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നൽകുമ്പോൾ ഒളിച്ചിരുന്നുകൊണ്ട് കത്തി കൊണ്ട് കുത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് 10ഓളം ആളുകളെ ഇദ്ദേഹം ഈ പറയുന്ന ഇയാള് ഈ അബൂ ലുബ്ബ് കത്തി കൊണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതിൽ പല ആളുകൾ പിന്നീട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കാണുമ്പോ സ്വയം ആ കത്തി കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉബൈദുള്ള, അദ്ദേഹം ബാപ്പയുടെ ഈ പിടയുന്ന അവസ്ഥ കാണുമ്പോ തന്റെ പിതാവിനെ കൊന്ന ഈ പറയുന്ന അബൂ ലുബ്ബിനോടുള്ള വിരോധം, ആ വിരോധത്താൽ ഈ പറയുന്ന ഉബൈദുള്ള അബൂ ലുബ്ബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അബൂ ലുബ്ബിന്റെ ഭാര്യയെയും മകളെയും കൊല്ലുകയാണ്. അതിന് കൂട്ടുനിന്ന 2 പേരെയും കൊന്നു. അങ്ങനെ 4 പേരെ കൊന്നു. ഈ 4 പേരെ കൊന്ന് ആ സംഭവം ഇസ്ലാമിന്റെ കോടതികൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുമ്പോ ആദ്യം വന്ന കേസതാണ്. ഇതിന് എന്ത് വിധിയാണ് പ്രഖ്യാപിക്കേണ്ടതെന്നറിയാൻ വേണ്ടി അന്നത്തെ അറിവുള്ളവരായ അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അംർ ബിൻ ആസ് അടക്കമുള്ള ഒരു സംഘത്തെ അതിനെ നിയോഗിച്ചു. ഈ വിഷയത്തിൽ ഉബൈദുള്ളക്ക് എന്ത് ശിക്ഷ കൊടുക്കണം? ഭരണാധികാരികളുടെ താല്പര്യമില്ലാതെ അവർ പറയാതെ ഈ ശിക്ഷ നടപ്പിലാക്കിയ ഉബൈദുള്ളക്ക് എന്ത് കൊടുക്കണമെന്നുള്ള ചർച്ച ചെയ്യുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉബൈദുള്ള ഭരണകൂടത്തെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കണമെന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അംർ ബിൻ ആസിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഒന്നുകൂടി നമുക്ക് സാവകാശം കൊടുക്കാം, ഒന്നുകൂടി ആലോചിക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എല്ലാം ഒന്നുകൂടി ചർച്ച ചെയ്തു, ഒന്നുകൂടി മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, ഈ പറയുന്ന ഉബൈദുള്ള ചെയ്തത് ശരിയായ രൂപമല്ല. ആ ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യാൻ, അബൂ ലുബ്ബിന്റെ കുടുംബത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ പാടില്ല, പ്രതിക്രിയ ചെയ്യാൻ പാടുള്ളൂ. മറിച്ച് നിരപരാധികളായ ആ ഉമ്മയെയും മകളെയും കൊന്നത് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് അബൂ ലുബ്ബ് ഈ പറയുന്ന ഉബൈദുള്ളക്ക് വധശിക്ഷ വിധിക്കണം. അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിധിച്ചത്. ആലോചിക്കണം, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് നമ്മുടെ നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറയുന്ന ആളുകൾ പ്രതികാരം ചെയ്യല്, അതിന് ആയത്തിലേത് പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ആയത്തുള്ളവർ ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കണം. ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഉബൈദുള്ളയെ വധശിക്ഷക്ക് വിധിച്ചപ്പോ ആ വധശിക്ഷ, അതിൽ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ ഒരാൾക്ക് മോചനം നേടണമെങ്കിൽ ആ കുടുംബക്കാര് ഇളവ് നൽകണം. എങ്കിൽ മാത്രമേ അതിന് മോചനം. വേറെ ഒരാൾക്കും അതിന് അധികാരമില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, ഇയാളുടെ കുടുംബത്തിൽ, അബൂ ലുബ്ബിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും മരിച്ചു. അങ്ങനെ വന്നാൽ പിന്നെ ഇസ്ലാമിന്റെ ആ ഭരണകൂടത്തിനാണ് അതിന്റെ അധികാരം. ആ ഭരണകൂടം അദ്ദേഹത്തിന് 4 പേരെ കൊന്നതിന്റെ പേരിൽ 4000 ദിനാർ, അക്കാലഘട്ടത്തിൽ സ്വർണ്ണനാണയം 4000 ദിനാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ആ നഷ്ടപരിഹാരം തന്നാൽ മോചനം നേടാം എന്ന് പറഞ്ഞു. പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, ഈ ഉബൈദുള്ളയുടെ കുടുംബം സാമ്പത്തികമായി ഒന്നുമില്ലാത്ത കുടുംബമാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള 4000 ദിനാർ ഇസ്ലാമിന്റെ ഇതിലേക്ക് അർപ്പിച്ചതിന് ശേഷമാണ് ഉബൈദുള്ളയെ മോചിപ്പിച്ചത്. ഇസ്ലാമിന്റെ നിയമം എത്രയാണ്? നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നാണ് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഈ സംഭവം 2 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഭരണകൂടത്തിന്റെ വിധിയില്ലാതെ പ്രതികാരം ചെയ്യാൻ പാടില്ല. ആ കേസ് ഭരണകൂടത്തിന്റെ മുമ്പിൽ വരണം. ഇയാൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ, ആ കൊലപാതകം നടത്താനുള്ള കാരണം എന്താണ്,
ഇങ്ങനെ അതിന് കൊലപാതകം കഴിഞ്ഞ പിന്നല്ല പ്രതിക്രിയ ചെയ്യാൻ എങ്ങനെയാണ്? ആ പ്രതിക്രിയ ചെയ്യുന്നതിന് പകരം നഷ്ടപരിഹാരം സ്വീകരിക്കൽ. ഇത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് വേണം. ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ മാത്രമാണ് ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിരപരാധികളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേര് നടത്തുമ്പോ അവർക്ക് ഇസ്ലാമുമായ ഒരു കുലബന്ധം പോലുമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയണം, ഈ ഭീകര പ്രവർത്തനം നടത്തിയത് മുസ്ലിമിന്റെ പേരിലാണെങ്കിൽ, ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ ആ പാവപ്പെട്ട 13ഓളം വരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്ന ആ പറയുന്ന ആളുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളാണ്, ഭീകരവാദികളാണെന്ന് പറയേണ്ടവർ ആദ്യ മുസ്ലിമാണ്. നമ്മൾ പ്രഖ്യാപിക്കണം. കാരണം അവിടെ പാവപ്പെട്ട നിരപരാധികളായ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെ കൊന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ ഈ ജനതയ്ക്ക് ഈ ക്രൂരത ചെയ്ത ആ തീവ്രവാദികൾക്ക് ഇസ്ലാമിന്റെ പേരിൽ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുക, വധശിക്ഷ നടപ്പിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആത്മഹത്യ എന്നുള്ളത് ഇസ്ലാമിലില്ല. പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്നല്ലാഹു പറയാൻ. യുദ്ധരംഗത്ത് യുദ്ധം ചെയ്യുമ്പോൾ പോലും അവിടെ പോലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ ആയുധങ്ങളൊക്കെ കെട്ടിവെച്ചുകൊണ്ട് ഒരു സ്വയം പൊട്ടിത്തെറിക്കുന്ന ആളായി മാറുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ ഇസ്ലാമുമായി അതിനൊരു ബന്ധവുമില്ല. മറിച്ച് ഇസ്ലാമിനെ തകർക്കാൻ ഭരണകൂടങ്ങളുടെയോ മറ്റേതെങ്കിലും സ്വാധീനത്തിന്റെ പേരിലോ ഇസ്ലാമിന്റെ സമൂഹത്തിലെ ഉയർന്നു വരുന്ന വിദ്യാഭ്യാസമുള്ള സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനും നമുക്ക് പറയാനുള്ളത്, നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരും ഹാജരാക്കും. ദുനിയാവിന് മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ ശിക്ഷയുണ്ടാകും. അവിടെ അത് മാത്രമാണ് ഒരു വിശ്വാസത്തിൽ ക്ഷമയോടുകൂടി നേരിടാൻ പറ്റുകയുള്ളൂ. അതിന് പകരം ഒരു കലാപമോ ഒരു അക്രമമോ ഒരു മുസ്ലിമിന് പാടില്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ ഒരുമിക്കുന്ന തിന്മക്കെതിരെ ഒന്നിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ.